അലൈഹി വസല്ലമ തങ്ങള് 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു നല്ലേ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചല്ലേ തങ്ങൾ നിസ്കരിച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരു 2 നമ്മൾ നിസ്കരിച്ചാൽ അത് വലിയ ബറക്കത്തുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് വലിയ ബറക്കത്ത് നമ്മുടെ സാമ്പത്തികമായ രംഗത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിലുള്ള നൂറാനിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ, ഖബറിലുള്ള വലിയ പ്രകാശം ഉദ്ദേശിക്കുന്ന ആളുകൾ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. ഫലറക്അതാനി മിനസ് സ്വലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമംബലാ. രാത്രിയിലുള്ള 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമാകുന്നൊരു സമയമെങ്കിലും കണക്ക് കൂട്ടി കഴിയണം. സുബ്ഹി വാങ്ങ് കൊടുത്തിട്ട് എഴുന്നേൽക്കാൻ കാക്കരുത്. അതിന്റെ മുമ്പ് ഒരല്പം മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് പതിവാക്കിയാൽ ഒറ്റക്ക് കിടക്കുന്ന ഒരു ജീവിതം നമുക്കൊക്കെ വരാനുണ്ട്. ആരും തുണക്കവിടെ കൂട്ടിനില്ലല്ലോ. ദുനിയാവിൽ ഊണിലും ഉറക്കത്തിലും കൂട്ടിലുള്ള കൂട്ടുകാരനാണെങ്കിലും നമ്മളവിടെ ഒറ്റപ്പെട്ടു പോയി. ഏത് വലിയ സ്ഥാനമുള്ള ആലിമും കിടക്കേണ്ടത് ഒറ്റക്കല്ലേ? എത്ര വലിയ സ്ഥാനമുള്ള ജനനേതാവും അവിടെ ഒറ്റക്കല്ലേ? നമുക്ക് സ്പെഷ്യലായൊരു വിരിപ്പവിടെ വിരിച്ചു തരുന്നില്ലല്ലോ. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള വിരിപ്പല്ലേ? അതല്ലേ മണ്ണിന്റെ വിരിപ്പ്? എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള തലയിണയല്ലേ? അതല്ലേ കളിമണ്ണിന്റെ തലയണ? സുബ്ഹാനല്ലാഹ്, ആ കഷ്ണം കണക്കാക്കിയ തുണിയില് നമ്മളവിടെ പൊതിഞ്ഞ രൂപത്തിൽ കിടക്കുമ്പോ ആ ലോകത്ത് വലിയ സന്തോഷത്തിനും വലിയ വെളിച്ചത്തിനും വലിയ നിമിത്തമാണ് ഈ നിസ്കാരമെന്ന് നിസ്കരിച്ച് അനുഭവിച്ച മഹാന്മാര് വരെ പറഞ്ഞില്ലേ?